ലക്ഷ്യമുണ്ടോ മനുഷ്യന്? അതാ സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട് അല്ലേ? അവിടുത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിയ ഇങ്ങനെ തലയാട്ടിയാ പോരാ. തോണി ഇങ്ങനെ അല്ലെ വലിയൊരു കടവിലാണ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത്. എന്നാൽ കെട്ടി വെച്ച തോണി ഒഴുകി കൊണ്ടുപോകും അല്ലേ? ആ കെട്ടിയെടുത്തേ ഒഴുകുന്നില്ല. അതെയോ? എന്നാൽ കെട്ടടിച്ചൊന്ന് ഇളക്കി വിട്ടാലോ അത് ഒഴുകിക്കൊണ്ടേയിരിക്കും അല്ലേ? അതെവിടെ ഒഴുകും? ലക്ഷ്യമില്ലാതെ അല്ലേ? വലിയൊരു സമുദ്രത്തിലേക്ക് ചെന്ന് ചേരും അല്ലേ? എന്നാലും വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കും അല്ലേ? അങ്ങനെ ഒഴുകാനാണോ നിന്റെ ഉദ്ദേശം? അല്ല അല്ലേ? എവിടെ എത്തണം? എവിടെയാ അതിന്റെ ലക്ഷ്യം? അകലെയാണോ ഉള്ളത്? കൈയെടുത്ത് പിടിക്കാനാകുമോ? ആവട്ടെ. അന്നെന്ത് വേണം? പ്രയത്നിക്കണം അല്ലെ? പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കുവാൻ കഴിവുള്ള വണ്ണം അല്ലെ? ദീർഘങ്ങളാ കരങ്ങൾ നൽകിയ എത്രയെന്ന പ്രിയ അല്ലെ? അതുകൊണ്ട് തൻ്റെ കരത്തിൻ്റെതായിരിക്കുന്ന അധ്വാനത്തെ കൊണ്ട് പരിശ്രമം ചെയ്ത് നനച്ച ജീവിതം അല്ലെ അത് അനുകൂലമാക്കി സ്വന്തം കയ്യിൽ പിടിക്കാനാവണം കേട്ടെ. അതിനു വേണ്ടിയുള്ള പ്രയത്നം എപ്പോഴും ചെയ്യണം അല്ലെ? ഒരിക്കൽ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെ വീണ്ടും ചെയ്യാതെ കരുതിയാലോ ചെയ്തതെല്ലാം പാഴായി പോവില്ലേ? അതുകൊണ്ട് തുടരുന്നതായിരിക്കുന്ന പ്രയത്നമാണ് ഗുണത്തിലെത്തിക്കുക കേട്ടെ. മടി പിടിച്ചാലോ മടിയല്ല അല്ലേ? അതുകൊണ്ട് ഗുണത്തിലാക്കാവില്ല. അതുകൊണ്ട് നിരന്തരമായ പ്രയത്നം ചെയ്യുക. ഉചിതമായിരിക്കുന്ന ഭാഗ്യങ്ങളും ഫലങ്ങളും സമയമാകുമ്പോൾ അതിനകത്ത് ഗുണത്തിൽ